ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്നും നമ്മൾ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കിടുക്കാച്ചി കേട്ടോ ഒരു പായ്ക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാക്കച്ചിയുണ്ട് ഇൻട്രോ പറയാൻ കേട്ടോ. അവൾ നമ്മുടെ അപ്പുറത്തെ ആഞ്ഞിലിക്കകത്തിരുന്ന് ക്രോ 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 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴവളും ഉണ്ട് ഇന്ന് കേട്ടോ നമ്മുടെ കൂടെ ഈ പായ്ക്കൊക്കെ ഇടാൻ. അപ്പോഴേ ഞാനിത് രണ്ട് രീതിയിൽ ചെയ്ത് നോക്കി കേട്ടോ നമ്മളിന്ന് ചെയ്യുന്ന ഈ സംഭവം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓട്സ് പാലിനകത്ത് കുതിർത്ത് അരച്ചെടുത്ത പായ്ക്കാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഞാനിത് നമ്മൾ ഓട്സ് പൊടിച്ചിട്ട് പാലിനകത്ത് കലക്കിയും ഞാൻ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് പാലിൽ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. 5-10 മിനിറ്റ് നമ്മളൊന്ന് കുതിർത്ത് വെച്ചിട്ട് അത് അങ്ങനെ അരച്ചെടുക്കുമ്പോൾ എനിക്ക് അത് കൂടുതൽ നല്ല റിസൾട്ട് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഓട്സ് പൊടിച്ചിട്ട് പിന്നെ നമ്മൾ പാലിലോട്ട് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുമല്ലോ, അതിനേക്കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ് കേട്ടോ. പാലിനകത്ത് കുറച്ച് നേരം ഓട്സ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ അരച്ചെടുക്കുക. അപ്പോഴതിനൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മുടെ ആ മിക്സിനകത്ത് തന്നെ എനിക്കൊരു വ്യത്യാസവും മനസ്സിലായി. നമ്മൾ പൊടിച്ചത് അങ്ങോട്ട് ഇടുന്നതും രണ്ടും കൂടെ മിക്സ് ചെയ്ത് അരയ്ക്കുന്നതുമായിട്ട് രണ്ട് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇന്ന് നമ്മളിപ്പം പാലിനകത്ത് കുതിർത്ത് അരച്ചെടുത്തുകൊണ്ട് വന്ന പായ്ക്കാണ് നമ്മൾ ഇട്ട് കാണിക്കുന്നത് കേട്ടോ. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്കത് ഇഷ്ടപ്പെട്ടത് കേട്ടോ. നിങ്ങൾ രണ്ടും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പാലിൽ കുതിർത്ത് വെച്ച് നമ്മളൊന്ന് അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. പാലല്ല ഓട്സ് പൊടിച്ച് അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ രണ്ടിൻ്റെ നമുക്ക് വ്യത്യാസമൊക്കെ മനസ്സിലാവും കേട്ടോ. രാവിലെ മുതൽ ഇവിടെ മഴയാണ്. രാവിലെ ഒത്തിരി തുണിയൊക്കെ കഴുകി മേളിലും താഴെയെല്ലാം ഇട്ട് പക്ഷെ ഫുള്ള് നനഞ്ഞു കേട്ടോ. എന്നിട്ട് ഭയങ്കര വിഷമത്തിലൊക്കെ ഞാൻ ഇരിക്കുകയാണ്. അങ്ങോട്ട് ഓണമായിട്ടും ഈ മഴ മാറാത്തത് എന്തൊരു കഷ്ടമല്ലേ. നമുക്ക് നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ദോശയുടെ ചമ്മന്തി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ചമ്മന്തിയാണ് ഇടുന്നത് കേട്ടോ. ദോശ ചമ്മന്തി, വെള്ള ചട്നി ഉണ്ടല്ലോ, അതാണ് നമ്മളിന്ന് അരച്ചിടുന്നത്. ഇത് പിന്നെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് നമ്മൾ ദോശ ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ട് നന്നായിട്ട് ആ തേങ്ങ അരയ്ക്കത്തില്ലേ, അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇച്ചിരി നമുക്ക് അതിനകത്ത് ഈ ഓട്സ് ഒന്ന് തരിതരിയായിട്ടൊന്ന് കിടക്കണം കേട്ടോ. തരിതരിയായിട്ടൊന്ന് കിടക്കണം. ഇങ്ങനെ ഇതിനകത്ത് നന്നായിട്ട് അരഞ്ഞിട്ടില്ല, അങ്ങനെ തരിയായിട്ട് കിടക്കണം. ഇത് നമ്മൾ പിന്നെ അരിപ്പൊടിയൊക്കെ വെച്ച് നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്യത്തില്ലേ, അതുമാതിരി നമ്മൾക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഓട്സൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോഴും ഉണ്ടല്ലോ ഓട്സൊക്കെ. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് നിങ്ങളെ ഏതാ സോപ്പെങ്കിൽ സോപ്പ് ഒരു പ്രാവശ്യമൊക്കെ ഇട്ടാൽ കുളിക്കുമ്പോൾ എന്തായാലും നമ്മൾ സോപ്പിടും. പിന്നെ അല്ലെങ്കിൽ ഒരു ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ മുഖം ഒന്ന് കഴുകി ഞാൻ കഴുകി തുടച്ചില്ലായിരുന്നു, ഉണങ്ങി കേട്ടോ. കഴുകിയിട്ട് വന്നത്. അങ്ങനെ ചെയ്തിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മളങ്ങോട്ട് എടുക്കുക. ഇതിന് ഓട്സിന് ഒരു കൊഴുപ്പുണ്ടല്ലോ, അതാണ് എനിക്കൊരു വ്യത്യാസം ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് തോന്നി കേട്ടോ. ഈ ശാസ്ത്രജ്ഞയ്ക്ക് ഇങ്ങനെ തോന്നിയത്. നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതും ചെയ്ത് നോക്കണം, നിങ്ങൾ മറ്റേതും ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് അപ്പോഴേക്ക് കിട്ടുമെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്തോളൂ. എനിക്ക് ഈ ഒരു രീതിയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. നമ്മൾ ചെയ്യുന്നതല്ലേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ കേട്ടോ. ചെയ്ത് നോക്കിയാൽ ഏതാ നമുക്ക് ഇഷ്ടപ്പെട്ടത് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് നിങ്ങൾ ഒരുപാട് ഇത് അരയ്ക്കാൻ നോക്കരുത്. ഒരു തരിതരിപ്പ് വേണം. എന്നിട്ട് നമുക്കിത് തേച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ. എടി കാക്കച്ചി, നിനക്ക് പായ്ക്കൊക്കെ ഉണ്ടെങ്കിൽ വാ. നീ
ഇങ്ങനെ നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ സംഭവം കിടുക്കാച്ചി ഐറ്റമൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയോ? അപ്പോൾ ചെയ്ത് നോക്കിയെങ്കിൽ പറയണം. നല്ല റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പറയണം. ഇപ്പോൾ ആകെ കൺഫ്യൂഷനാണ് പെൺപിള്ളേർക്കൊക്കെ. ഏതൊക്കെ ചെയ്യാം, ഏത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാരി മുഖത്തിട്ടോ. ആരും ഒന്നും പറയത്തില്ല കേട്ടോ. ആരെന്തോ പറയാനാ? നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ ചെയ്യുന്നതിന് ആരെന്ത് പറയാനാ? നിങ്ങൾ പേടിക്കാതെ നിങ്ങൾ എന്തായാലും ഇതൊന്നും കെമിക്കലുകളല്ല നമ്മൾ ചെയ്യുന്നതൊന്നും. അതുകൊണ്ട് എന്നും നമുക്ക് ഇതേപോലെ ഓരോ പായ്ക്കുകൾ ഇടാം. പിന്നെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നും അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ മുഖത്തിന് ഏതാ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരൊക്കെ ചിലതൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ആ സ്കിന്നുമായിട്ട് യോജിച്ചത് ഏതാണെന്ന് വെച്ചാൽ ഏത് താന്ത്രിക വിദ്യകളും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനെ ചിലർക്കൊക്കെ അലർജിയൊക്കെ കാണും. അങ്ങനെയൊക്കെ ഉള്ളവരൊന്ന് ഒന്ന് ചെക്കൊക്കെ ചെയ്തിട്ട് മാത്രം ചെയ്യുക. അത് മുടിയിലാണെങ്കിലും. അപ്പം ചിലർക്ക് ഈ മുടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുടിയൊക്കെ ചിലപ്പം കൊഴിയാൻ സാധ്യതയുണ്ട്. അവർക്ക് അതൊന്നും അങ്ങോട്ട് അവരുടെ മുടിക്ക് അതൊന്നും ഇതായിട്ട് വരത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ മുഖത്തും കേട്ടോ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞു. പച്ചപ്പാലാട്ടോ, പച്ചപ്പാലില്ല, അത് പറഞ്ഞില്ലല്ലോ. പച്ചപ്പാലെടുത്ത് നമ്മൾ കുതിർത്ത് വെക്കണം. മറ്റേത് നമ്മൾ കാച്ചിയ പാലെടുത്താൽ നമുക്ക് മുഖക്കുരു വരും കേട്ടോ. മുഖക്കുരു അങ്ങനെ വരും. അതുകൊണ്ടാണ് ഈ പറയുന്നത് പച്ചപ്പാലെടുക്കണമെന്ന്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് പിന്നെ ഒന്ന് നമ്മൾ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഇത് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. ഓട്സൊക്കെ പൊളിയാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. ഓട്സൊക്കെ കയ്യിലില്ലാത്തവർ കുറച്ചെങ്കിലും വാങ്ങിച്ച് വെച്ചോ. കുറച്ചൊക്കെ കാച്ചി കുടിച്ചിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ മിനുക്കപ്പണിയൊക്കെ ചെയ്തോണം കേട്ടോ എല്ലാവരും. ഇങ്ങനെ ഇത്തിരി നേരം നമ്മൾ ഇത് സ്ക്രബ് ചെയ്യണം കേട്ടോ. പിള്ളേരൊക്കെ പേടിച്ച് ഓടുന്ന ലക്ഷണമുണ്ട് കേട്ടോ. 2 പിള്ളേരൊക്കെ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കൊച്ചുങ്ങളൊക്കെ പോകുന്നുണ്ട്. എൻ്റെ ദൈവമേ, താന്നിരുന്നാലെന്താണെന്ന്. പിള്ളേരെ നോക്കിയില്ലെങ്കിൽ കൊള്ളാം. പിള്ളേരെ നോക്കണ്ട ഇങ്ങോട്ട് കേട്ടോ. അപ്പോഴിത് നിങ്ങൾ നന്നായിട്ട് ഞാൻ അതിൽ ഇച്ചിരി നേരം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോഴത്തെ നമ്മൾ ഇത്തിരി നേരം സ്ക്രബൊക്കെ ചെയ്യണം. ഈ സ്ക്രബിലിരിക്കുവാണ് ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇച്ചിരി നമ്മൾ ഒരുപാട് അരയ്ക്കാതെ ഇച്ചിരി ഒരു തരി വേണം. നമ്മൾ തക്കാളിക്കകത്ത് പഞ്ചസാരയും ഇതൊക്കെ ഇട്ട് നമ്മൾ ചെയ്യത്തില്ലേ, സ്ക്രബ് ചെയ്യത്തില്ലേ, അതുമാതിരി നമുക്കൊരു ഒരു തരി വേണം. തരി ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതാണ് പറയുന്നത്, നന്നായിട്ട് അരയ്ക്കരുത്. ഞാനൊരു 5 മിനിറ്റ് ഇത് ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടേ ഇരുന്നു. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ. 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനെ ഒന്ന് തോന്നൊക്കെ വരും. പിന്നെ നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. 10 മിനിറ്റൊക്കെ ഇരുന്നാൽ മതി കേട്ടോ. ഇതിപ്പോൾ 5 മിനിറ്റ് ഞാൻ ചെയ്തു. നമുക്കൊരു 10 മിനിറ്റൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ കേട്ടോ. നല്ല രസമുണ്ടല്ലേ. നമ്മുടെ പായ്ക്കൊക്കെ അങ്ങോട്ട് ചെയ്തത് ഉണങ്ങി വന്നു. നമുക്കന്നേരം ഇത് ഉണങ്ങി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇത് തുടച്ച് മാറ്റാം കേട്ടോ. ഒന്ന് പിടുത്തം തുടങ്ങി കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ മൂക്കൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ നമുക്കൊരു പിടുത്തം ഫീൽ ചെയ്യില്ല. ആ സമയമാകുമ്പോൾ നമുക്കിത് തുടച്ച് മാറ്റാം കേട്ടോ. നല്ല കിടുവായിട്ട് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. അപ്പോഴൊന്നും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും പറയണം കേട്ടോ. ആദ്യം നമുക്കിതൊന്ന് പിന്നെ നമുക്ക് നല്ല തുണി വെച്ച് തുടക്കാം. ഇതൊന്ന് തുടച്ച് മാറ്റിയിട്ട് എന്നുവെച്ചാൽ ഇത് ഒരുപാടങ്ങ് ഉണ്ടല്ലോ മുഖത്തെ.
ആദ്യം തുടച്ച് നമുക്ക് ഒരു പഴയ കർച്ചീഫ് കൊണ്ട് തുടച്ചിട്ട് പിന്നെ നമുക്ക് നല്ല കർച്ചീഫ് കൊണ്ട് തുടയ്ക്കാം കേട്ടോ. തുടച്ചു മാറ്റി ഞാനിപ്പം കസേരയിൽ നിന്നൊക്കെ തറയെ വീഴും കേട്ടോ. കസേര എവിടെ ഇരിക്കുന്നു, ഞാൻ എവിടെ ഇരിക്കുന്നു, കസേരയുടെ അറ്റത്ത് വന്നിരിക്കും. ഞാനിങ്ങനെ തുടച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ മുന്നോട്ട് വന്നിരിക്കുമ്പോൾ മിക്കവാറും ഞാൻ തറയെ വീഴും കസേരയിൽ നിന്ന്. ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് തുടച്ചു മാറ്റാം കേട്ടോ. ആദ്യം പഴയ ഒരു കർച്ചീഫ് കൊണ്ട് നമുക്ക് തുടച്ചിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് ഫുള്ളൊന്ന് ഇതാവും കേട്ടോ. ഇതേ നമ്മളെ തുടച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എന്താ ഒരു പ്രത്യേകം നമ്മൾ ഈ സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു മുഖത്ത് നല്ലൊരു ഒരു സുഖമൊക്കെ കിട്ടും കേട്ടോ. സത്യമായിട്ടാണ് ഒരു സുഖമൊക്കെ കിട്ടും. നമുക്ക് ഒരു 5 മിനിറ്റൊക്കെ നിങ്ങൾ ഇത് സ്ക്രബ് ചെയ്യണം കേട്ടോ. എന്നാലേ അതിനൊരു ഒരു രസമുള്ളൂ കേട്ടോ. 5 മിനിറ്റൊക്കെ ഞാൻ ഒരു 5 മിനിറ്റ്, നമ്മൾ അത്രയും നേരം നമ്മുടെ വീഡിയോയിൽ കാണിച്ചില്ല, പക്ഷേ 5 മിനിറ്റ് നിങ്ങൾ സ്ക്രബ് ചെയ്യണം കേട്ടോ. സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ പിന്നെ 10 മിനിറ്റ് ഇരിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി കിടുക്കാച്ചിയാണ് കേട്ടോ. എനിക്കിതാ ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഞാൻ പറഞ്ഞത് എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ സത്യമേ നമ്മൾ പറയാവൂ. ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ. മറ്റേതിനെക്കാട്ടിൽ എനിക്കിഷ്ടപ്പെട്ട രീതി ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ രണ്ടും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ആ പൊടിക്കകത്ത് പാലൊഴിക്കുന്നതും പിന്നെ ഇത് കുതിർത്ത് വെച്ച് പാലൊഴിക്കുന്നതുമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് നിങ്ങൾ പറയണേ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. എനിക്കിതാ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളും പറയണം കേട്ടോ. ചെയ്ത് നോക്കൂ, അതോ കള്ളത്തരമാണോ? അടിപൊളി സൂപ്പറിൻ്റെയൊക്കെ പറഞ്ഞിട്ട് പോവേ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ 2 സംഭവങ്ങൾ എന്തായാലും മിക്ക വീടുകളിലും എല്ലായിടത്തും കൊണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അവിടെ എവിടെയെങ്കിൽ നമ്മൾ തുടച്ചാൽ ഇത് ഉരുണ്ട എവിടെയെങ്കിലുമൊക്കെ കാണും കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ഇത് സംഭവം ഇരിക്കും. അപ്പോൾ എനിക്കിതാ ഇഷ്ടപ്പെട്ട ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഞാൻ വീണ്ടും പറയുന്നു, എനിക്കിതാ ഇഷ്ടപ്പെട്ടത് കേട്ടോ. എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഏതാ ഇഷ്ടമായതെന്ന്. അപ്പോൾ പിന്നെന്താ ഇവിടെ വിശേഷങ്ങൾ? ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഞാനിവിടെ ഓണം ഒരുക്ക് കേട്ടോ. ഓണം ഒരുക്ക് എല്ലാവരും ഓണം ഒരുക്കുന്നതിൻ്റെ ധൃതിയിലായിരിക്കും അല്ലേ. മുറ്റം വൃത്തിയാക്കും, നമ്മുടെ പെരയ്ക്കകം വൃത്തിയാക്കും, പിന്നെ എന്തെല്ലാം പണികൾ കാണും. അതെല്ലാം നമ്മൾ എല്ലാവരും ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കും. ഇനി എത്ര ദിവസമുണ്ട്? ഇന്ന് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ചയല്ല തിരുവോണം. ഉത്രാടം ആകുമ്പോഴത്തേന് എല്ലാം തീർത്തിരിക്കണം അല്ലേ. ഉത്രാടം 1 ഓണം. നേരത്തേക്ക് ജോലിയെല്ലാം തീർത്ത് എല്ലാവരും ഇരിക്കണം അല്ലേ. ഞാൻ ഇഞ്ചി വെച്ചില്ല. ഇഞ്ചി കറിയല്ലേ, അത് തലേന്നെങ്ങാണ്ട് ഉണ്ടാക്കത്തുള്ളൂ. മാങ്ങ നാരങ്ങയൊക്കെ അച്ചാറിട്ട് വെച്ച് കേട്ടോ. നേരത്തെ വാങ്ങിച്ച അച്ചാറൊക്കെ ഇട്ട് വെച്ച് അത് നമ്മൾ തുറക്കാതെ ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുക കേട്ടോ. ഞാൻ അതൊക്കെ ചെയ്തു. അപ്പോഴേ പിന്നെ ഇനി ക്ലീനിങ്ങൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മക്കളെല്ലാം അവർക്ക് വെള്ളിയാഴ്ച വരെയും ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അവർക്ക്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്നത്. അപ്പോഴേ നമ്മുടെ അടുക്കളയിലെ പരിപാടിയും നടത്തും. കരിയായ മുഖത്ത്. അടുക്കളയിലും നിൽക്കണം ഞാൻ, അല്ലാതുള്ള പണിയും ചെയ്യണം. എല്ലാ പണിയും എൻ്റെ തലയിലാണ്. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. ആരെങ്കിലുമൊക്കെ ഒന്ന് വരുമോ സഹായത്തിന്? അപ്പോൾ നമുക്കൊരു കമ്പനിയാവും. കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ വേറൊരാളുള്ളപ്പോഴാണ് ഒരു പണി നടക്കാത്തത്. ഒറ്റയ്ക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. വേറൊരാൾ കൂട്ടിനുണ്ടോ ഒരു പണി നടക്കത്തില്ല. കഥ പറച്ചിൽ തന്നെ ഇതേപോലെ ഇരുന്ന് കഥ പറയും. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണോ ഞാനിവിടെ കുത്തിയിരിക്കുന്നത്? അപ്പോഴേ ഇനി ഇഷ്ടം പോലെ പണികൾ കിടക്കുന്നു. സുപ്പ് പോയി അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ. നമുക്ക് ശനിയാഴ്ചയ്ക്ക് മുമ്പ് എല്ലാം ചെയ്ത് തീർക്കണമല്ലോ.
അപ്പോഴതൊക്കെ ചെയ്യട്ടെ, ചെയ്ത് തീർക്കണമല്ലോ. കുടുംബമൊക്കെ ആകുമ്പോൾ നമ്മൾ നോക്കിയല്ലേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ കുടുംബഭാരങ്ങളോ ഉള്ളവർ എത്ര പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുടുംബത്തായതുകൊണ്ട് തന്നെ നമ്മളെ തലയിലാണല്ലോ എല്ലാം കേട്ടോ. അപ്പോഴേ കുടുംബഭാരമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒന്നും ചെയ്യത്തില്ല എന്നാ തോന്നുന്നതല്ലേ. നമ്മുടെ കുടുംബത്തൊക്കെ ആയതുകൊണ്ട് എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ വീട്ടിലോട്ടല്ലേ കയറി വരുന്നത്. അപ്പോഴവരെ നമ്മളല്ലേ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീടും നമ്മളും എല്ലാം ഒരുങ്ങിയിരിക്കണം. അപ്പോൾ അതിനാണ് സുപ്പ് ഇതൊക്കെ ചെയ്യുന്നത്, ഈ വേലകളൊക്കെ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മാവേലി തമ്പുരാനെ നമ്മൾ വശീകരിക്കും ഇതൊക്കെ ചെയ്ത്. ഇന്നിപ്പോൾ ഓട്സിലാണ് വശീകരിച്ചേക്കുന്നത് ഞാൻ പുള്ളിയെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം ഈ ടിപ്പൊക്കെ. അപ്പോഴിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.